രഞ്ജിത്ത്, ഈ ഗൂഢാലോചന തെളിയിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നല്ലോ അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം. ഗൂഢാലോചന തെളിയിക്കാൻ ദിലീപിന്റെ ഭാര്യയായ കാവ്യ മാധവൻ പറയുന്ന മൊഴികൾ നിർണായകമാണ്. ഇതിന് കൃത്യമായ ഒരു ക്വസ്റ്റ്യനെയറും മറ്റും തയ്യാറാക്കിയാണ് അന്വേഷണ സംഘം അന്ന് തയ്യാറെടുത്തിരുന്നത്. പക്ഷേ ഈ കാവ്യയുടെ മൊഴിയിൽ തനിക്ക് അറിയില്ല, ഓർമ്മയില്ല, ഇങ്ങനെയുള്ള മറുപടികൾ യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിനെ കുടുക്കുന്നതായിരുന്നു. കാരണം വളരെ പ്ലാൻഡ് ആയിട്ട് മൊഴി നൽകാൻ കാവ്യ എത്തി എന്നുകൂടിയല്ലേ ഈ മൊഴികൾ നൽകുന്ന സൂചന? തീർച്ചയായും അത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരുപാട് വീഴ്ചകൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലെങ്കിൽ അത്തരത്തിലൊരു ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് കോടതി എടുത്തു കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന മൊഴികളിൽ പലതും ഈ കോടതിയിൽ മാത്രം അറിയുന്ന കാര്യങ്ങൾ, മെസ്സേജുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം മെസ്സേജ് ഉണ്ടായിരുന്നു എന്ന് ഡയറക്റ്റ് മെസ്സേജിലെ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് അന്വേഷണ സംഘം മഞ്ജു വാര്യരിൽ നിന്ന് രേഖപ്പെടുത്തിയത്. പക്ഷേ ഈ മെസ്സേജുകൾ ഏത് ഫോണിൽ നിന്നാണ്, ദിലീപിൻ്റെ ഫോണിൽ നിന്നാണോ ഈ മെസ്സേജുകൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതായത് അന്വേഷണ സംഘത്തിന് ദിലീപിൻ്റെ ഇന്ന ഫോണിൽ നിന്നാണ് എന്ന കാര്യം അറിയില്ല. പക്ഷേ അത് കോടതിയിൽ പിന്നീട് വരുമ്പോൾ ഈ മെസ്സേജുകൾ ദിലീപിൻ്റെ ഫോണിലാണ് കണ്ടത് എന്ന് മഞ്ജു വാര്യർ പറയുകയാണ്. ഒപ്പം ഈ അതിജീവിതയ്ക്കൊപ്പം അതിജീവിതയെ ചെന്നു കണ്ട് സംസാരിച്ച കാര്യത്തിലും പോലീസുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഒരു മൊഴി ഈ മഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അത് ഇക്കാര്യത്തിൽ ഒരു കോടതിയിലേക്ക് വരുമ്പോൾ കോടതി ചോദിക്കുന്നത് എന്തുകൊണ്ട് അന്വേഷണ സംഘം ഇത്തരം കാര്യങ്ങൾ ഒരു വീഴ്ച വരുത്തി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മിക്ക കാര്യങ്ങളിലും ഒരു വീഴ്ച അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നീ വിധിന്യായത്തിലുടനീളം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള വളരെ കൃത്യമായി തന്നെ ആ വീഴ്ചകൾ ഇഴകീറി പരിശോധിച്ച് എന്തൊക്കെയാണ് പോലീസ് ഈ വിഷയത്തിൽ ചെയ്ത കാര്യങ്ങൾ, അത് കോടതിയിൽ ഏതൊക്കെ തരത്തിൽ അത് സാക്ഷി മൊഴിയായി നൽകിക്കഴിഞ്ഞാൽ, കൃത്യമായി സാക്ഷി മൊഴി നൽകിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ കോടതിയിൽ നിലനിൽക്കില്ല എന്ന കാര്യമൊക്കെ വളരെ കൃത്യമായി പഠിച്ചു തന്നെയായിരുന്നു കാവ്യയുടെ അഭിഭാഷകൻ കാവ്യയെ കോടതിയിലേക്ക് അയച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം വളരെ വിദഗ്ധമായി തന്നെ അത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷൻ്റെ പല ചോദ്യങ്ങളിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞു മാറാനും അത് ഒഴിഞ്ഞു മാറുന്നത് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനും കാവ്യ മാധവന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കോടതി കണ്ടെത്തിയ പല കാര്യങ്ങളും, അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആ കോടതി എന്തുകൊണ്ട് തള്ളി എന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാമെന്ന് കരുതുന്നു. പക്ഷേ അപ്പോഴും സൈത്ത് ചോദിച്ചതുപോലെ വളരെ വിദഗ്ധമായി തന്നെ ഈ വിഷയത്തിൽ മറുപടി പറയാൻ കാവ്യ മാധവനായി. അതായത് അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാവ്യ പറയുന്നുണ്ട്. ഈ വിദേശ ഷോകളിൽ കാവ്യയുമായി അടുത്ത ബന്ധം പുലർത്തി എന്നുള്ളതായിരുന്നല്ലോ ഇതിന് മുൻപ് മൊഴി നൽകിയ, അതായത് മഞ്ജു വാര്യരും ഒപ്പം അതിജീവിതയും ഗീതു മോഹൻദാസും അടക്കം നൽകിയ മൊഴികൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. അത് മറ്റ് പലരും മൊഴികളായി പറഞ്ഞുവെങ്കിലും പിന്നീട് അവരൊക്കെ പിൻവലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. റിമി ടോമിയും ഭാമയും ഒക്കെ ഈ മൊഴിയിൽ നിന്ന് പിന്മാറുന്നതൊക്കെ നമ്മൾ അന്ന് അതിൻ്റെ ഇത് വിചാരണ വേളയിൽ ഉടനീളം കണ്ടതാണ്. അവിടെയാണ് ഈ വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ താൻ താൻ താമസിച്ചിരുന്നത് ഒറ്റയ്ക്കല്ല, തൻ്റെ മാതാപിതാക്കൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. വിദേശ ഷോകളിൽ അത്തരത്തിലൊരു ബന്ധം പുലർത്താനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. താൻ ചില ദിവസങ്ങളിൽ റൂം ഷെയർ ചെയ്തിരുന്നത് ഈ പറഞ്ഞ രണ്ടു പേരോടൊപ്പമാണ്. അത് ഭാമയുണ്ടായിരുന്നു, ഗീതു മോഹൻദാസ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് ദിലീപ് അങ്ങോട്ടേക്ക് വരുന്നത് പലപ്പോഴും ഷോയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ ഷോയുടെ ചാർട്ടുകൾ തയ്യാറാക്കാനും യാത്രകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാനും ഒക്കെയാണ്, അല്ലാതെ മറ്റൊരു ബന്ധത്തിനല്ല വരുന്നത്. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നിഷേധിച്ചുകൊണ്ടാണ് ദിലീപ് കാവ്യ മൊഴി നൽകിയത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം മഞ്ജുവായുള്ള ബന്ധം തകരാനുള്ള കാരണക്കാരി ഞാനല്ല, എനിക്ക് അതിലൊരു യാതൊരു പങ്കാളിത്തവുമില്ല. ഒപ്പം ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ മറുപടി അവരുടെ ഭാഗത്തുണ്ടാകുന്നു. ഇത്തരമൊരു ഫോൺ, താനൊരു സെലിബ്രിറ്റിയാണ്, താൻ മനഃപൂർവ്വം ഫോൺ നമ്പർ മാറ്റുന്നതല്ല, താൻ ഇടയ്ക്കിടയ്ക്ക് അത്തരത്തിലുള്ള നമ്പറുകൾ മാറ്റുന്ന പശ്ചാത്തലമുണ്ട്, തൻ്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത്. ഈ ഫോൺ നമ്പർ കൂടുതൽ ആളുകൾക്ക് അറിഞ്ഞ് തുടങ്ങി, കൂടുതൽ വിളികളും മെസ്സേജുകളും ഒക്കെ വരുമ്പോൾ താൻ ഫോൺ നമ്പർ മാറ്റുന്നത് സ്ഥിരമാണ് എന്നുള്ള മറുപടി അടക്കമാണ് ഇക്കാര്യത്തിൽ കാവ്യ മൊഴിയായി നൽകിയത്. സൈത്ത്, രഞ്ജിത്ത്, ഈ ദിലീപുമായി ഒരു സുഹൃത്ത് എന്നതിനപ്പുറമുള്ള അടുത്ത ബന്ധമുണ്ട് എന്ന കാര്യം കാവ്യ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റെല്ലാ ആക്ഷേപങ്ങളും തള്ളുകയാണ്. ഒന്ന്, ഗൂഢാലോചന ആരംഭിക്കുന്നത് തന്നെ ഈ വിദേശ ബന്ധത്തിലെ ഇരുവരും തമ്മിലുള്ള ബന്ധം, അത് പുറത്തു പോകുന്നതിൽ ചൊല്ലിയുണ്ടായ തർക്കം, അത്തരം നീക്കങ്ങളാണ് എന്നതാണല്ലോ പുറത്തു വന്ന വാർത്ത. അപ്പോൾ കാവ്യ ആ സാധ്യതകളെല്ലാം മൊഴിയിൽ തള്ളിയിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണോ കോടതിക്ക് മുന്നിലേക്ക് അന്വേഷണ സംഘത്തിൻ്റെ ഈ മൊഴിയുടെ ഡ്രാഫ്റ്റിംഗ് എത്തിയപ്പോൾ അത് പരിഗണിക്കാതെ പോയത്, ഗൂഢാലോചന വാദം കോടതി അംഗീകരിക്കാതെ പോയത്? ഈ കാവ്യയുടെ മൊഴി എത്ര കണ്ട് ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുണ്ട്? സജിത്ത്, ഈ ഫോൺ നമ്പർ സംബന്ധിച്ച് നമുക്ക് അതിലേക്ക് ആദ്യം കടക്കാം. അതിൻ്റെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റും കോടതിക്ക് പരിഗണിക്കേണ്ടി വന്നൊരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം ഈ ഫോൺ നമ്പർ അത് കാവ്യ മാധവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ നമ്പറാണ് എന്നുള്ളത് തെളിയിക്കാനായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ ഫോൺ ഉപയോഗിച്ചിരുന്ന
ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ റെക്കോർഡുകൾ, ഒപ്പം മെസ്സേജുകളൊക്കെ FCL ലാബ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ ലാബ് റിപ്പോർട്ടുകൾ മറ്റും കോടതി പരിശോധിക്കാൻ വേണ്ടി ചെയ്തു. പക്ഷേ അതൊന്നും ഓർമ്മയില്ല എന്നുള്ള മറുപടി നൽകുന്നു. പക്ഷേ അപ്പോൾ ഒരു ചെറിയ പ്രശ്നം ചൂണ്ടിക്കാട്ടിയത് അത് ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം എന്ന വോഡാഫോൺ ഐഡിയയുടെ ഫോണാണ് കാവ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം എന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഒരു ഫോൺ നമ്പർ എടുക്കണമെങ്കിൽ അത് കസ്റ്റമറിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നേരത്തെ 2012 കാര്യമാണെന്ന് ആലോചിക്കണം. അന്നൊക്കെ അത്തരം ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം എന്ന സാധനം, അതായത് കാവ്യയുടെ ഫോൺ നമ്പറാണ് എന്ന് അസന്നിഗ്ധമായി തെളിയിക്കാൻ പറ്റുന്ന ഒന്ന് ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം ആയിരുന്നു. ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അത് വോഡാഫോൺ ഐഡിയയുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ സർവീസ് മാനേജർ അറിയിച്ചത് തങ്ങൾ 3 വർഷം മാത്രമാണ് ഇത്തരം കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോമുകൾ സൂക്ഷിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ അത് തങ്ങൾ മാറ്റാറുണ്ട് എന്നുള്ള മറുപടിയാണ്. അവിടെ അങ്ങനെ ഒരു വീഴ്ച പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരുപക്ഷെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നെങ്കിൽ അത് കിട്ടിയേനെയും എന്നുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ആ ഫോണുമായി ബന്ധപ്പെട്ട വാദങ്ങളിൽ കാവ്യ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ കോടതിക്ക് വിശ്വസിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഈ നേരത്തെ കാവ്യയുടെ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് ഈ ഫോണിൽ വന്ന കോളുകളുമായി ബന്ധപ്പെട്ട് ദിലീപുമായുള്ള മെസ്സേജുകളുമായൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കാവ്യയുടെ അഭിഭാഷകൻ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 1 മാസം മുൻപെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകും, അതിൻ്റെ വിശദാംശങ്ങൾ കാവ്യക്ക് കൈമാറേണ്ടിയിരുന്നു, എങ്കിൽ മാത്രമേ ഇതിൻ്റെ വിശദാംശങ്ങൾ കാവ്യക്ക് ഓർത്തെടുക്കാൻ സാധിക്കൂ എന്നുള്ള വാദം കാവ്യയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. അപ്പോഴും പ്രോസിക്യൂഷൻ പറഞ്ഞത് 1 മാസം മുമ്പ് ദിലീപിനും കാവ്യയ്ക്കും ഇത്തരം കാര്യങ്ങൾ കൈമാറിയതാണ് എന്ന് പറയുമ്പോഴും അപ്പോഴും മറുപടി ഓർമ്മയില്ല, തനിക്കത് പരിശോധിച്ചിട്ടില്ല, ഓർമ്മയില്ല എന്നുള്ളതായിരുന്നു. അതും കോടതി കണക്കിലെടുത്തു എന്ന് വേണം. അതായത് താൻ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടില്ല എന്നല്ല അസന്നിഗ്ധമായി പറയുന്നത്, പക്ഷേ അതിൽ നടന്ന കാര്യങ്ങൾ, ഈ സമയത്ത് നടന്ന കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന് മാത്രമാണ് പറയുന്നത് എന്നും പറഞ്ഞു. ഒപ്പം ഈ വാദങ്ങളെല്ലാം കോടതിക്ക് മുന്നിൽ മാത്രമാണ് ആദ്യമായി വരുന്നത്. 2 ഘട്ടമായാണ് മഞ്ജു വാര്യരുടെ മൊഴിയെടുക്കുന്നത്. ആ 2 ഘട്ടമായി മൊഴിയെടുക്കുമ്പോൾ മാത്രമാണ് ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം ഈ കാവ്യ മാധവൻ്റെ കോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം ഈ കാവ്യയുമായുള്ള ബന്ധം സംബന്ധിച്ച അതിജീവിതയുടെ വീട്ടിൽ പോയി സംസാരിച്ച കാര്യങ്ങൾ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലോ മറ്റും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായി കാര്യമായി കോടതി കാണുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും കോടതിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത്ര കൃത്യമായ തെളിവുകൾ വളരെ സ്പഷ്ടമായി മഞ്ജു വാര്യർ അടക്കമുള്ളവർ പറഞ്ഞിട്ടും അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മുന്നിൽ പറഞ്ഞില്ല, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയില്ല? അത് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഒരു വലിയ വീഴ്ചയല്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതും പ്രധാനമാണ്. അങ്ങനെ ഓരോ തരത്തിലും വളരെ കൃത്യമായി തന്നെ ഈ മൊഴി കാവ്യ പറയുകയും കൃത്യമായി തന്നെ കാര്യങ്ങൾക്ക് പ്രോസിക്യൂഷന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും മറ്റും ചെയ്യുകയും അത് കോടതി വിശ്വാസമെടുക്കുകയും ചെയ്തു എന്ന് വേണം പിന്നീട് വന്ന വിധിന്യായവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ. ദിലീപ് കുറ്റവിമുക്തനായതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതിൽ ഒന്ന് ദിലീപിന്റെ നിലവിലുള്ള ഭാര്യയായ കാവ്യ മാധവന്റെ മൊഴിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പല കാര്യങ്ങളും ഓർമ്മയില്ല എന്ന് പറയുകയും പല കാര്യങ്ങളും സംബന്ധിച്ച് അറിവില്ല എന്ന് പറയുകയും മറ്റും ചെയ്യുകയും ഒപ്പം ചില റെക്കോർഡുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ സംഭവിച്ച ചില വീഴ്ചകളും മറ്റുമാണ് ഇത്തരത്തിൽ ഈ വിറ്റ്നസിന്റെ മൊഴി അത് കോടതിക്ക് വിശ്വാസമെടുക്കേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. സൈദ്.